13ാമത്തെ വയസ്സിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടതുകൊണ്ടാകാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അച്ഛനും അമ്മയ്ക്കും ഓരോരുത്തർ സർപ്രൈസ് കൊടുക്കുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷത്തിനേക്കാൾ കൂടുതൽ വിഷമം തോന്നുന്നത്. അമ്മയ്ക്ക് മറ്റാരും പകരമാകില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നു. അമ്മയോളം സ്നേഹവും കരുതലും തന്നു. ആ ആൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും ദൂരത്തേക്ക് ഈ ഒരു യാത്ര. എൻ്റെ ഈ യാത്രയിൽ മുഴുവൻ ആൾ എൻ്റെ ലൈഫിലേക്ക് വന്ന ഓർമ്മകളായിരുന്നു. ആ ആളോട് സംസാരിക്കാൻ വേണ്ടി കിട്ടുന്ന പൈസയൊക്കെ കൂട്ടിവെച്ച് കോയിനുകളാക്കി സ്കൂളിലെ കോയിൻ ബോക്സിൽ നിന്നും വിളിച്ചതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. ഒരു പാഴ്സൽ പുറത്തു വന്നിരിക്കുന്നു, ഒന്ന് മേടിക്കാമോ? ഒരു പാഴ്സൽ പുറത്തു വന്നിരിക്കുന്നു, ഒന്ന് പോയി മേടിയില്ലേ. ഇവിടെ കൊടുത്തേക്കുന്നേ, മാമി പോയി മേടിച്ചാൽ മതി, പുറത്ത് ഇപ്പോൾ ഉണ്ട്. എൻ്റെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ മാമിയമ്മ. അങ്ങനെ വിളിക്കാൻ എനിക്ക് മടിയാണെങ്കിലും മാമിക്ക് അത് കേൾക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം. ചേച്ചിയാകാൻ പ്രായമുള്ള ഒരാളെ അമ്മയെന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്നവർ എന്ത് കരുതെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ വിളിച്ചിട്ടേയില്ല. ബട്ട് ഇന്ന് ഞാൻ അങ്ങനെ വിളിക്കും. എല്ലാവർക്കും ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നാണ്, ബട്ട് നോട്ട് ഇൻ മൈ സ്റ്റോറി. ഹാപ്പി ബർത്ത്ഡേ ടു യു മാമിയമ്മേ. താങ്ക് യു ഫോർ ബീയിങ് മൈ റിയൽ മോം. ഐ ലവ് യു സോ മച്ച്.